ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. 10ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിന്റെ സോഷ്യൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിച്ചു. അപ്പോ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പഠിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഈ 1600 മുതൽ ഒരു 1800 ആ കാലഘട്ടത്തിന്റെ ഇടക്കുള്ള സാമൂഹിക ജീവിത പശ്ചാത്തലം, അതായത് ഫ്രാൻസിലെ സാമൂഹിക ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് എന്ത് വേണം, നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടാകണം. എങ്കിലാണ് നമുക്ക് എന്താണ് എങ്ങനെയാണ് അവിടെ വിപ്ലവം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ, അതായത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ നിലനിന്നിരുന്നത് എന്താണ്, ഒരു രാജഭരണമാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനങ്ങളായിരുന്നു എന്ത് ചെയ്തിരുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ നിലനിന്നിരുന്നത്. സ്വാഭാവികമായിട്ടും ഫ്രാൻസിലും അത്തരത്തിൽ തന്നെയുള്ള ഒരു രാജകീയ ഭരണമായിരുന്നു. ബെർബോൺ എന്ന് പറയുന്ന ഒരു രാജവംശമാണ് ഈ പറയുന്ന ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്ത് സ്വാഭാവികമായിട്ടും എല്ലാ രാജവംശങ്ങളും അവരുടെ അധികാരം മറ്റാരും തന്നെ ചോദ്യം ചെയ്യാതിരിക്കുന്നതിനായിട്ട് എന്താണ് ഈ പറയുന്ന രാജാധികാരം എന്നുള്ളത് എന്താണ്, ദൈവദത്തമാണ് എന്നുള്ള ഒരു ഫോർമുല ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുമായിരുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും രാജാക്കന്മാർ അത്തരത്തിൽ എന്താണ് ജനങ്ങളോട് പറയുമായിരുന്നു, എന്താണ് രാജാധികാരം എന്നുള്ളത് എന്താണ് ദൈവദത്തമാണ്, ദൈവമാണ് അത് കൽപ്പിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ എന്താണ് ഫ്രഞ്ചിലുള്ള അല്ലെങ്കിൽ ഫ്രാൻസിലുള്ള രാജാക്കന്മാരും പറഞ്ഞിരുന്നു, എന്താണ് രാജാധികാരം എന്നുള്ളത് എന്താണ് ദൈവദത്തമാണ് എന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും രാജാധികാരം ദൈവദത്തമാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ എന്താണ് പുരോഹിതന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് എന്താണ് പ്രാധാന്യം കൂടുതലായിരിക്കും. അത് തന്നെയാണ് ഫ്രഞ്ച് സമൂഹത്തിലും ഉണ്ടായിരുന്നത്. എന്താണ് പുരോഹിതന്മാർക്ക് വളരെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു, പ്രഭുക്കന്മാർക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വരുന്ന മിഡിൽ ക്ലാസ്സും അതിന് താഴെയുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരുന്നു. ഈ മധ്യവിഭാഗം എന്ന് പറയുമ്പോൾ അതിലെന്താണ് ഡോക്ടർമാര് വരും, അല്ലെങ്കിൽ എന്താണ് വക്കീലന്മാര്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ തൊഴിലുകളും എടുത്തിരുന്നവർ, ഏറ്റവും താഴെക്കിടയിലുള്ള കൃഷിപ്പണിക്കാരുൾപ്പെടെ എന്താണ് എല്ലാ വിഭാഗങ്ങളുടെയും ജീവിതാവസ്ഥ എന്ന് പറയുന്നത് എന്തായിരുന്നു, വളരെ ശോചനീയമായിരുന്നു. സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2 വിഭാഗങ്ങൾ, അതായത് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്താണ് നികുതി കൊടുത്തിരുന്നില്ല. നികുതി നൽകിയിരുന്നത് ആരാണ്, മധ്യവർഗത്തിലുള്ള ആളുകളും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളും അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ലോവർ ക്ലാസ്സിലുള്ള ജനങ്ങളും ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ പറയുന്ന നികുതികൾ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്നത്. ഈ നികുതി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇവര് വളരെ ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചു പോന്നു. ധൂർത്ത്, പിന്നെ എന്താണ് പല രാജ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും എന്താണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇങ്ങനെ ഇതെന്ന് പറയുമ്പോൾ അടിക്കട അവനെ എന്ന് നമുക്ക് ഇപ്പൊ പറയില്ലേ, പാകിസ്ഥാൻ അവിടെ നുഴഞ്ഞു കയറുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വികാരധീനരായിക്കൊണ്ട് ചില ആളുകൾ പറയും, ഞങ്ങളോട് കളിച്ചാൽ എന്താണ് ഞങ്ങൾ കളി പഠിപ്പിക്കും, ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അടിച്ച് പാകിസ്ഥാനെ ഇല്ലാതെയാക്കും എന്നൊക്കെ ഇവിടെ ഇരുന്ന് നമ്മൾ വികാരധീനരായിട്ട് പറയുമ്പോൾ നമ്മളുടെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് അവരെ അടിക്കാത്തത്, അല്ലെങ്കിൽ ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ചെയ്യാത്തത് ഈ യുദ്ധം എന്ന് പറയുന്നത് എന്താണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ വളർച്ചയെ അതെന്താണ് ഒരു 5-10 വർഷം പുറകിലോട്ട് നയിക്കും. തകർന്നു കിടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് എന്താണ് നഷ്ടപ്പെടുവാനായിട്ട് ഒന്നുമില്ല. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. നമ്മളെന്താണ് ലോകശക്തിയായിട്ട് വളരുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഇത് തന്നെയാണ് ആ കാലഘട്ടത്തിലും നടന്നിരുന്നത്. രാജാക്കന്മാർ ധൂർത്ത് നടത്തി, പല സ്ഥലങ്ങളും പിടിച്ചടക്കുവാനായിട്ട് യുദ്ധങ്ങൾ നടത്തി. പക്ഷേ ഈ രാജകീയ അധികാരം എന്താണ് ദൈവതത്വമാണെന്ന് പറയുന്ന അതേ കാലഘട്ടത്തിൽ, ഈ 1600-ന് ശേഷം
നമ്മൾ എന്താണ് പറഞ്ഞിരുന്നു, നവോത്ഥാനം ഉണ്ടായി. എന്തുണ്ടായി? നവോത്ഥാനം ഉണ്ടായി. എവിടെ? യൂറോപ്പിൽ. അതിന്റെ അലയൊലികൾ എവിടെയും ഉണ്ടായി, ഫ്രാൻസിലും ഉണ്ടായി. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ചിന്തകന്മാർ ഉയർന്നു വന്നു. അവർ പറഞ്ഞു, എന്താണ് ഈ പറയുന്ന രാജകീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്നത് എന്താണ്? ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇനിയിപ്പോ ദൈവമാണെങ്കിൽ തന്നെ അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് മനുഷ്യൻ തയ്യാറായ ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഈ നവോത്ഥാനം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ഇതൊക്കെ ജനസമൂഹത്തിൽ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ കാലഘട്ടം. ഇതിന്റെ രണ്ടിന്റെയും കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതാണ് അതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഈ വിപ്ലവം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ബർബോൺ എന്ന് പറയുന്ന രാജവംശമാണ് എവിടെ ഭരിച്ചിരുന്നത്? ഫ്രാൻസ് ഭരിച്ചിരുന്നത്. എന്താണ് രാജവംശത്തിന്റെ പേര്? ബർബോൺ എന്നാണ്. ബൂർബൺ എന്നൊക്കെ നിങ്ങൾ പല പാഠപുസ്തകത്തിലും നിങ്ങൾ കാണും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുക എന്നുള്ളതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇവരുടെ അധികാര കേന്ദ്രമായിരുന്നു എന്തെന്ന് പറയുന്നത്? വേഴ്സായ് കൊട്ടാരം എന്ന് പറയുന്നത്. ഇവരുടെ അധികാര കേന്ദ്രമായിരുന്നു എന്തെന്ന് പറയുന്നത്? വേഴ്സായ് കൊട്ടാരം എന്ന് പറയുന്നത്. ഏകാധിപത്യ ഭരണമാണ് അവിടെ നിലനിന്നിരുന്നത്. ഈ ബൂർബൺ രാജാധികാരങ്ങളെല്ലാം തന്നെ എന്താണ്? ഏകാധിപത്യപരമായിരിക്കും. അപ്പൊ നമ്മുടെ ആളുകൾക്ക് എന്താണ്? രാജാധികാരത്തിന്റെ ഒരു ഹാങ് ഓവർ വിട്ടുമാറാത്ത ഒരു സമൂഹമാണ് ചില ആളുകളെങ്കിലും ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്നതാണ്. അതായത് ഇന്നും പലരെയും നമ്മൾ എന്താണ് രാജാവ് ചേർത്താണ് വിളിക്കുന്നത്. അപ്പൊ ചോദിക്കുക, എന്നിട്ട് പറയുന്ന അതിന് നമ്മുടെ ആളുകൾ പറയുന്ന ചില ന്യായങ്ങളാണ് രസകരം. അതായത് നിങ്ങൾ നോക്കൂ, ഇംഗ്ലണ്ടിലെ രാജ്ഞിയെ നിങ്ങൾക്ക് ക്യൂൻ എന്ന് വിളിക്കാം, ഇവിടുത്തെ രാജ്ഞിയമ്മയെ നിങ്ങൾക്ക് എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ തമ്പുരാട്ടി എന്നോ ക്യൂൻ എന്നൊന്നും വിളിക്കാൻ പറ്റുന്നില്ല? കാര്യം സിമ്പിൾ ആണ്. അവിടെ ഉള്ളത്, അതായത് ഇംഗ്ലണ്ടിൽ ഇന്നും നിലനിൽക്കുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയാണ്. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക് ആണ്. എന്താണ്? നമ്മളൊരു റിപ്പബ്ലിക് രാജ്യമാണ്. നമ്മളുടെ രാജ്യത്ത് എന്താണ്? രാജാവും രാജ്ഞിയും ഒന്നുമില്ല. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം, പക്ഷെ അതൊന്നുമില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മാത്രമാണ് ഇന്ന് രാജാവിനെയും രാജ്ഞിയെയും ഒക്കെ നിങ്ങൾ തേരിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നടുനിവർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി ആ കാഴ്ച കണ്ടുകൊണ്ട് റോഡ് സൈഡിൽ നിൽക്കുവാൻ കഴിയുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു മനോഹര സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. പണ്ട് രാജഭരണ കാലഘട്ടത്തായിരുന്നെങ്കിൽ രാജാവ് അങ്ങനെ തേരിൽ എഴുന്നള്ളുമ്പോൾ നടുനിവർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുവാൻ നിങ്ങൾക്ക് ആർക്കും തന്നെ കഴിയില്ലായിരുന്നു എന്നുള്ള സത്യം എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഭരണാധികാരികൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഭരണാധികാരികൾ എന്ന് പറയുന്നത് ധൂർത്തന്മാരായിരുന്നു. ഏകദേശം അന്നത്തെ കണക്കനുസരിച്ച് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസിൽ 10 പേര് മരിക്കുമ്പോൾ 9 പേര് പട്ടിണി കൊണ്ട് മരിക്കുകയും ഒരാൾ ദഹനക്കേട് അല്ലെങ്കിൽ അജീർണം ബാധിച്ചാണ് മരിച്ചിരുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 10 പേര് മരിക്കുമ്പോൾ 9 പേര് കൊണ്ടും പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ട് മരിക്കുകയും ഒരാൾ എന്താണ് തീറ്റ കൂടിയിട്ട് അജീർണം ബാധിച്ച് മരിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. അത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അന്നത്തെ സാമൂഹിക അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഫ്രാൻസിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും എന്താണ് ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചിരുന്നതെന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ അവസ്ഥ സൃഷ്ടിച്ചിരുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ എന്താണ് 3 തട്ടുകളായിട്ടായിരുന്നു തിരിച്ചിരുന്നത്. ആ 3 തട്ടുകളെ നമ്മൾ എന്താണ് എസ്റ്റേറ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് ഫ്രഞ്ച് സമൂഹത്തെ എങ്ങനെയാണ് വിഭജിച്ചിരുന്നത്? ഫ്രഞ്ച് സമൂഹത്തെ വിഭജിച്ചിരുന്നത് 3 തട്ടുകളായിട്ടായിരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുക, എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്? അപ്പോ ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ രാജാവാണ്. രാജാവിന് കീഴിലാണ് ഈ എസ്റ്റേറ്റുകളെല്ലാം വരുന്നത്. ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർക്ക് നമ്മൾ കേരളത്തിലെ ഇന്ത്യയിൽ ഈ ഇടതുപക്ഷ ചിന്തകരും അല്ലെങ്കിൽ ചില ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്താണ്,
ബ്രാഹ്മണാധിപത്യം എന്നുള്ളത്. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു തരം പുരോഹിതന്മാർ തന്നെയാണ് അവരെന്താണ് ആ കാലത്ത് ഇന്ത്യയിൽ എന്താണ് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന വിഭാഗങ്ങളായിരുന്നു അവര്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ടായിരുന്നു. ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു സവിശേഷ പ്രതിഭാസമൊന്നും ആയിരുന്നില്ല അത്. ഇവിടെയും എന്താണ് അതുണ്ടായിരുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ പുരോഹിതന്മാരായിരുന്നു. അവരെന്താണ് ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് അവർ തിദേ എന്ന് പറയുന്ന പേരിലുള്ള ഒരു നികുതി പിരിച്ചു. അപ്പോ ഫ്രഞ്ച് കാലഘട്ടത്ത് എന്താണ് കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന നികുതി അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് തിദേ എന്നറിയപ്പെടുന്നത്. മാത്രമല്ല ഇവരിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ രാജാവ് എന്ത് ചെയ്തിരുന്നു? ഇവരെ എല്ലാവിധം നികുതികളിൽ നിന്നും എന്ത് ചെയ്തിരുന്നു? ഒഴിവാക്കിയിരുന്നു. മാത്രമല്ല ഭരണത്തിൽ സൈന്യത്തിലുമൊക്കെ എന്താണ് അവർ ഉയർന്ന പദവികൾ എന്ത് ചെയ്തിരുന്നു? അവർ നിയന്ത്രിച്ചിരുന്നു. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുരോഹിതന്മാരാണ്. അവർ പിരിച്ചിരുന്ന നികുതിയാണ് തിദേ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്താണ്? പ്രഭുക്കന്മാരാണ്, ലോർഡ്സ്. അവരെന്താണ് സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് എന്താണ് പല തരത്തിലുള്ള എന്താണ് നികുതികൾ അവർ പിരിച്ചു. മാത്രമല്ല വേതനം നൽകാതെ അവരെന്ത് ചെയ്തിരുന്നു? കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇവരും എന്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു? ഇവരും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നു. വിശാലമായിട്ടുള്ള എന്താണ് ഭൂപ്രദേശം ഇവര് കൈവശം വെച്ചിരുന്നു. അക്കാലത്ത് ഫ്രഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു ചൊല്ല് തന്നെ ഇങ്ങനെയാണ്: പ്രഭുക്കന്മാർ എന്ത് ചെയ്യും? പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും. ഇതായിരുന്നു അവിടത്തെ എന്തെന്ന് പറയുന്നത് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കച്ചവടക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്, അഭിഭാഷകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ബാങ്കർമാരുണ്ട് എന്നിവരടങ്ങിയ ഒരു മധ്യവർഗവും പിന്നെ എന്താണ് കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങിയ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു വിഭാഗവുമാണ്. ഇവരെ എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് എന്തെന്ന് വിളിച്ചിരുന്നത്? തേർഡ് എസ്റ്റേറ്റ് എന്ന് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് വിളിച്ചിരുന്നത്. ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഭരണത്തിൽ യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തൈലെ എന്ന പേരിലുള്ള ഒരു ഭൂനികുതി ഇവരെന്ത് ആർക്ക് കൊടുക്കണമായിരുന്നു? ഗവൺമെന്റിന് നൽകണമായിരുന്നു. പുരോഹിതന്മാർക്ക് നൽകുന്ന നികുതിയുടെ പേര് തിദേ എന്നാണെങ്കിൽ ഗവൺമെന്റിന് കൊടുത്തിരുന്ന നികുതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് തൈലെ എന്നുള്ളത്. എന്താണ്? ഗവൺമെന്റിന് കൊടുത്തിരുന്ന നികുതിയാണ് തൈലെ എന്നുള്ളത്. ഈ പറയുന്ന പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്ന നികുതിയാണ് തിദേ എന്നുള്ളത്. ഇനി ഇവരെന്താണ് സാമൂഹികപരമായിട്ട് ഏറ്റവും കൂടുതൽ ഗവൺമെന്റിലേക്ക് റവന്യൂ കൊടുക്കുന്നത് അവരാണ്. പക്ഷെ അവരെന്തായിരുന്നു? അവർ താഴ്ന്ന സാമൂഹിക പദവിയാണ് അവർ വഹിച്ചിരുന്നത്. എന്താണ്? പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്താണ് അവര് നികുതി നൽകണമായിരുന്നു. പ്രഭുക്കന്മാർക്കും കൊടുക്കണം, പുരോഹിതന്മാർക്ക് കൊടുക്കണം, ഗവൺമെന്റിന് കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്യണമായിരുന്നു? ഈ പറയുന്ന തേർഡ് സ്റ്റേറ്റിലുള്ള ജനവിഭാഗങ്ങൾ എന്ത് നൽകണമായിരുന്നു? നികുതി എടുക്കണമായിരുന്നു. അതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. എന്താണ്? പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ എന്ത് ചെയ്യും? നികുതി അടക്കണം. ഇതായിരുന്നു എവിടത്തെ സിസ്റ്റം എന്ന് പറയുന്നത്? ഈ പറയുന്ന ഫ്രാൻസിലെ സിസ്റ്റം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഫ്രഞ്ച് രാജഭരണകാലത്തെ കുറച്ച് ചില രാജാക്കന്മാരുടെ ഒരു പ്രസ്താവനകൾ കൂടി കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അതായത് ഞാൻ പറഞ്ഞു ബെർബോൺ എന്ന് പറയുന്ന രാജവംശം, അല്ലെങ്കിൽ എന്താണ് ബൂർബോൺ എന്നൊക്കെ പറയുന്ന ഒരു രാജവംശമാണ് ഈ ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ഈ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ലൂയി എന്നുള്ള പേരിലാണ്. ലൂയി എന്നാണ്. അവരെല്ലാം പേര് വേറെ ഉണ്ടാകും. ഇവർ രാജാക്കന്മാരായിട്ട് എന്താണ് അധികാരമേൽക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? ലൂയി ഒന്നാമൻ, ലൂയി രണ്ടാമൻ, ലൂയി മൂന്നാമൻ, അങ്ങനെയുള്ള പേരുകൾ എന്താണ് പരമ്പരാഗതമായിട്ട് ഇവർ സ്വീകരിച്ചു പോന്നിരുന്നു. അപ്പോ ഈ ഫ്രഞ്ച് ഭരണത്തിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? ലൂയി 14 എന്ന് പറയുന്നത്. ആരാണ്? ലൂയി 14 എന്ന് പറയുന്നത്. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫ്രാൻസിലെ എന്ന് പറയുന്നത് ഭരണാധികാരിയും. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വളരെ പ്രശസ്തമാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? ലൂയി 14 എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം പ്രസ്താവിച്ചത്? അദ്ദേഹം പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്: ഐ ആം ദ സ്റ്റേറ്റ്. ഞാനാണ് രാഷ്ട്രം. ആരാണ്? ഞാനാണ് രാഷ്ട്രം. ഐ ആം ദ സ്റ്റേറ്റ്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയുടെ പേരാണ് എന്തെന്നുള്ളത്? ലൂയി 14 എന്നുള്ളത്.
മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവന, രാജാവിന്റെ അധികാരങ്ങളെല്ലാം തന്നെ എന്താണ്? ദൈവം നൽകിയതാണ്. എന്താണ്? രാജാവിന്റെ അധികാരങ്ങളെല്ലാം തന്നെ ആര് നൽകിയതാണ്? ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നും പറഞ്ഞ വ്യക്തിയാണ് ലൂയി 14. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. രാജാവിന്റെ അധികാരങ്ങൾ എന്താണ്? ദൈവം നൽകിയതാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ ആരൊക്കെയാണ്? ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നും പറഞ്ഞ ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ലൂയി 14 എന്ന് പറയുന്നത്. അപ്പോ ലൂയി 14 ശേഷം വരുന്ന ഭരണാധികാരിയാണ് ലൂയി 15. അദ്ദേഹത്തിന്റെ പ്രസ്താവന കുറച്ചുകൂടി എന്താണ്? രസകരമാണ്. എനിക്ക് ശേഷം പ്രളയം, ആഫ്റ്റർ മീ ഡെലൂജ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രസ്താവിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആയിരുന്നു ആരെന്ന് പറയുന്നത്? ലൂയി 15. അപ്പോ രണ്ടുപേരാണെന്ന് നമ്മൾ പഠിച്ചത്. ഒന്ന് ലൂയി 14. അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താണ്? ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം. മറ്റാളുടെ ലൂയി 15 പ്രസ്താവന എന്താണ്? ലൂയി 15 പ്രസ്താവന എന്താണ്? എനിക്ക് ശേഷം പ്രളയം, ആഫ്റ്റർ മീ ഡെലൂജ്, എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രസ്താവിച്ചത് ആരാ? അത് ലൂയി 15. എന്നാൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ രാജാവ് എന്ന് പറയുന്നത്, ഫ്രാൻസിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ലൂയി 16. എന്താണ്? ലൂയി 16. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തുള്ള ഫ്രഞ്ച് ഭരണാധികാരിയുടെ പേരെന്താണ്? അത് ലൂയി 16. അദ്ദേഹം അത്ര ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയൊന്നും ആയിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം എന്താണ്? വളരെ ധൂർത്തനായിട്ടുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ലൂയി 16 എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു സാമൂഹിക വ്യവസ്ഥ എങ്ങനെയുള്ളതാണ് എന്നുള്ള കാര്യം ഈ സ്റ്റേറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾ എന്താണ്? തട്ടുതട്ടായിട്ട് തിരിച്ചിരുന്നു. അവരിൽ എന്താണ്? വിവേചനങ്ങൾ എന്താണ്? അവർ ഒരുപാട് നേരിട്ടിരുന്നു. ഇനി അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്? ഈ പറയുന്ന കാലഘട്ടത്ത് ഇതേ അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, നവോത്ഥാനം ഉണ്ടാകുന്നുണ്ട്. ജനങ്ങൾ എന്താണ്? നിലവിലുള്ള വ്യവസ്ഥകളോട് കലഹിക്കുകയും നിലവിലുള്ള എല്ലാ വിശ്വാസ പ്രമാണങ്ങൾ എന്താണ്? ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ കൂടി ഇതേ സമയത്ത് അതിന് പാരലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഈ ഫ്രാൻസിൽ നിന്നിരുന്ന ഈ അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ചൊക്കെ എന്താണ്? ജനങ്ങളെ ബോധവാന്മാരാക്കുവാനായിട്ട് ആ കാലഘട്ടത്തിലുള്ള ചിന്തകന്മാരൊക്കെ എന്താണ്? വളരെ പ്രയത്നിച്ചിരുന്നു. ഇപ്പൊ നമ്മള് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയും നമ്മൾ എന്താണ്? ജോൺ ലോക്കിനെ പോലെയുള്ള, തോമസ് പെയിനെ പോലെയുള്ള എന്താണ്? തത്വചിന്തകന്മാരുടെ ഇടപെടലുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഫ്രാൻസിലും എന്താണ്? ചില ചിന്തകന്മാരുടെ ആശയങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഈ പറയുന്ന ജനവിഭാഗങ്ങളെ എന്ത് ചെയ്തു? സ്വാധീനിച്ചു. അവരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്? വോൾട്ടയർ എന്ന് പറയുന്നത്. അദ്ദേഹം പുരോഹിതരുടെ ചൂഷണത്തെ എന്ത് ചെയ്തു? നിരന്തരം പരിഹസിച്ചു. മാത്രമല്ല യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവ എന്താണ്? അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മറ്റൊരു തത്വചിന്തകനാണ് റൂസോ എന്ന് പറയുന്നത്. എന്താണ്? റൂസോ. അദ്ദേഹമാണ് മനുഷ്യൻ എല്ലായിടത്തും ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്. എന്നാൽ മനുഷ്യൻ ജനിക്കുന്നത് എന്താണ്? സ്വതന്ത്രനായിട്ടാണ്. പക്ഷെ എന്താണ്? എല്ലായിടത്തും അവൻ എന്താണ്? ചങ്ങലയിലാണ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള പ്രസ്താവന നടത്തിയ തത്വചിന്തകനാണ് ആരെന്ന് പറയുന്നത്? റൂസോ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത്. അപ്പൊ വോൾട്ടയർ എന്താണ്? വോൾട്ടയർ അദ്ദേഹം പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവയെ എന്ത് ചെയ്തു? അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. റൂസോയാണെങ്കിലോ മനുഷ്യർ എന്താണ്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എന്താണ്? എവിടെയും ചങ്ങലയിലാണ് എന്ന് പ്രസ്താവിച്ചു. പിന്നെ എന്താണ്? ജനങ്ങളാണ് പരമാധികാരി എന്നും എന്ത് ചെയ്തു? അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അടുത്തത് മോണ്ടസ്ക്യൂ ആണ്. മൂന്നാമത്തെ തത്വചിന്തകനാണ് മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അദ്ദേഹം ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. എന്താണ് ജനാധിപത്യം, എന്താണ് റിപ്പബ്ലിക് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്താൻ ആളുകളെ തീരുമാനിക്കുന്ന ജനാധിപത്യം, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവനുള്ളത് റിപ്പബ്ലിക്, എത്രയും ഉള്ളൂ. അപ്പൊ എന്താണ്? അദ്ദേഹം ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം
കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. ആധുനിക ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ് ഈ പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഭരണം എന്നുള്ളത് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ തിരിക്കും. ഇന്ത്യയിൽ അങ്ങനെയാണ്. ഇന്ത്യയിൽ നല്ല, ലോകത്തുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും എന്താണ്? ഇങ്ങനെ തന്നെയാണ്. ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആധുനിക ജനാധിപത്യത്തിന്റെ ഒരു നട്ടല് കൂടിയാണ് ആ പ്രസ്താവന എന്ന് പറയുന്നത്. എന്താണ്? ഗവൺമെന്റ് 3 വിഭാഗങ്ങളായിട്ട് തിരിക്കണം: നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. നിയമങ്ങൾ നിർമ്മിക്കുന്ന വിഭാഗം ഉണ്ടാകണം, അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ. പിന്നെ എന്താണ്? നീതിന്യായം, അതും മറ്റൊരു വിഭാഗമായിരിക്കണം എന്ന് പറഞ്ഞ തത്വചിന്തകനാണ് ആരെന്ന് പറയുന്നത്? മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു ബോർബൺ അല്ലെങ്കിൽ ബൂർബൺ എന്ന് പറയുന്ന രാജവംശമാണ് ഇവിടെ ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഭരണാധികാരി എന്ന് പറയുന്നത് ലൂയി 16 പറഞ്ഞു. ഇവിടെ ഈ കാലഘട്ടത്തിൽ എന്താണ്? ഇവര് ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. രാജാവ് മാത്രമല്ല, ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റിലുള്ള ജനങ്ങളൊക്കെ എന്താണ്? ആർഭാട ജീവിതം നയിച്ചു. ധൂർത്തുണ്ടായി, യുദ്ധങ്ങൾ ഉണ്ടായി. മാത്രമല്ല ഇതേ കാലയളവിൽ തന്നെ എന്താണ്? ഫ്രാൻസിനെ വരൾച്ചയും കൃഷിനാശവും എന്ത് ചെയ്തു? കൂടുതലായിട്ട് ഉണ്ടായി. ഇതൊക്കെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ത് ചെയ്തു? വളരെ എഫക്ട് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടനുമായിട്ട് യുദ്ധം ചെയ്തപ്പോ ആര് സഹായിച്ചിരുന്നു? ഫ്രാൻസ് സഹായിച്ചിരുന്നു. നമ്മൾ പാരീസ് ഉടമ്പടിയെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തതാണ്? പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ എന്താണ്? ഈ പറയുന്ന അമേരിക്കയൊക്കെ സഹായിച്ചതും ആ നാട്ടിലുണ്ടായ വരൾച്ചയും പിന്നെ ഭരണാധികാരികളുടെ ധൂർത്തുമൊക്കെ എന്ത് സംഭവിച്ചു? അവിടുത്തെ സാമ്പത്തിക അവസ്ഥയെ വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാക്കി. ജനങ്ങൾക്ക് എന്താണ്? കഴിക്കുവാൻ ഭക്ഷണം പോലും ഇല്ലാതിരുന്ന സമയത്താണ് ഈ പറയുന്ന ലൂയി 16 ഭാര്യയാണ് മേരി ആന്റോയിനിറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ ഒരു റൊട്ടി കിട്ടുവാൻ കഷ്ടപ്പെടുന്ന സമയത്ത് വളരെ പരിഹാസ രൂപേണ അവർ എന്ത് ചെയ്തു? ആ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് കേക്ക് തിന്നുകൂടെ എന്ന പ്രസ്താവന നടത്തിയ ഒരു വനിതയായിരുന്നു ആരെന്ന് പറയുന്നത്? മേരി ആന്റോയിനിറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഹസ്ബൻഡ് ആണ് എന്തെന്ന് പറയുന്നത് അന്ന് ഫ്രാൻസ് ഭരിക്കുന്ന ലൂയി 16 ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? മേരി ആന്റോയിനിറ്റ് എന്ന് പറയുന്നത്. ഒരു റൊട്ടി കഷ്ണം അല്ലെങ്കിൽ ഒരു ബ്രെഡിന്റെ കഷ്ണം പോലും കിട്ടാൻ നിവർത്തിയില്ലാത്ത ജനവിഭാഗത്തോട് അത്യാഡംബരത്തിൽ ജീവിക്കുന്ന അവർ പറഞ്ഞ വാക്കാണ് എന്തെന്ന് പറയുന്നത്? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോ ഇങ്ങനെ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്നു. അതിനിടയ്ക്ക് ഇവരുടെ എന്താണ് ചൊറിയുന്ന വർത്താനങ്ങളും ജനങ്ങൾക്കെതിരെ ഉണ്ടാവുന്നു. അപ്പൊ ഇതേ സമയത്താണ് സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ഉയർത്തണം? നികുതി ഉയർത്തണം. അപ്പോ ഈ ഫ്രാൻസിലെ ചക്രവർത്തി ആയിട്ടുള്ള ലൂയി 16 1789 എന്താണ് ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. എന്താണ്? ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അതായത് പാർലമെന്റ് ആണ്. പാർലമെന്റ് അതിന്റെ ആദ്യകാലത്തെ രൂപമാണ്, ഫ്രാൻസിൽ ഉണ്ടായിരുന്ന രൂപമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ജനറൽ. അവിടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വേർതിരിവ് എവിടെയും ഉണ്ടായിരുന്നു. ഈ പറയുന്ന പാർലമെന്റിനകത്തും ഉണ്ടായിരുന്നു. എന്താണ്? സമൂഹത്തിനുണ്ടായിരുന്ന അതേ വേർതിരിവ് എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന പാർലമെന്റിലും ഉണ്ടായിരുന്നു. അവിടുത്തെ പാർലമെന്റിന്റെ ഒരു സിസ്റ്റം, അതായത് 3 വിഭാഗങ്ങളാണ്, ഇവർക്ക് 3 മുറികളാണ്. അതായത് ഒന്നാം വിഭാഗത്തിന് അല്ലെങ്കിൽ ഫസ്റ്റ് എസ്റ്റേറ്റിന് ഒരു സ്ഥലത്ത് അവർ സമ്മേളിക്കും, സെക്കൻഡ് എസ്റ്റേറ്റ് മറ്റൊരു സ്ഥലത്ത് സമ്മേളിക്കും, തേർഡ് എസ്റ്റേറ്റ് മറ്റൊരു സ്ഥലത്ത് സമ്മേളിക്കും. അപ്പോ അവിടെ നടന്നിരുന്നത് എന്താണ്? ഇപ്പൊ രാജാവ് ഒരു കാര്യം പറയുകയാണ്, നികുതി ഉയർത്തണം. ഒരു ഉദാഹരണം, നികുതി ഉയർത്തണമെന്ന് രാജാവ് പറയുകയാണ്. അപ്പോ രാജാവ് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവിന്റെ കൂടി നിൽക്കുന്ന കിങ്കരന്മാരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റും എന്ന് പറയുന്നത്. അവരെന്താണ്? സ്വാഭാവികമായിട്ടും രാജാവിനെ അംഗീകരിക്കും. മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്, അവർക്കാണ് ഈ നികുതി ഭാരങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്യും? അവർ ഇതിനെ എതിർക്കും. പക്ഷേ ഇവിടെ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ളതായിരുന്നു അവിടുത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് അപ്പോ 3-നെതിരെ എന്താണ് 2 വോട്ടുകൾക്ക് എന്ത് ചെയ്യും? മൂന്നാമത്തെ എസ്റ്റേറ്റ് പരാജയപ്പെടും. കാരണം ആദ്യത്തെ 2 എസ്റ്റേറ്റിന്റെ രാജാവിനെ പിന്തുണക്കും, സ്വാഭാവികമായിട്ടും അവർക്കാണ് ഭൂരിപക്ഷം, അത് പാസ്സാകും. അപ്പൊ ഈ 1789 എന്താണ് ഈ ചക്രവർത്തി ഈ പറഞ്ഞ അവരുടെ പാർലമെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്
ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ സിസ്റ്റം ഒരു വോട്ടാണ്. പക്ഷേ ഈ പറയുന്ന മൂന്നാം എസ്റ്റേറ്റിലുള്ള ആളുകൾ പറഞ്ഞു ഇത് നടക്കില്ല. എന്താണ്, ഇത് സമ്മതിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നുള്ള നിലക്കാക്കണം. അത് പക്ഷെ രാജാവ് സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഒന്നാം എസ്റ്റേറ്റിലെയും രണ്ടാം എസ്റ്റേറ്റിലെയും അംഗങ്ങളുടെ അംഗസംഖ്യ കൂട്ടിച്ചേർത്താൽ പോലും എന്ത് കഴിയില്ല, മൂന്നാം എസ്റ്റേറ്റിലെ അംഗസംഖ്യയുടെ അത്രയും ആകുമായിരുന്നില്ല. അതുകൊണ്ട് എന്താണ്, രാജാവ് ഇതിനെ സമ്മതിച്ചില്ല, അദ്ദേഹം എതിർത്തു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് അവര് അറിയപ്പെടുന്നത് എന്താണ്, ഹൗസ് ഓഫ് കോമൺസ് എന്നാണ്. അപ്പോ ഇവരിൽ തർക്കമുണ്ടായതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ഭരണഘടന വേണം. ഭരണഘടന എന്ന് പറയുമ്പോൾ അത് മൊണാർക്കിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടന ആയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് എന്താണ്, കൂടുതൽ അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം എന്നുള്ളത് ഇവരെന്ത് ചെയ്തു, ആവശ്യപ്പെട്ടു. ഇവരങ്ങനെ സമ്മേളിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ സമ്മേളിക്കുവാൻ തീരുമാനിച്ചപ്പോൾ രാജാവ് എന്ത് ചെയ്തു, അദ്ദേഹം ഇവര് സമ്മേളിക്കുന്ന ഹാള് പൂട്ടിയിട്ടു. ഇവര് സമ്മേളിക്കുന്ന ദിവസം എന്താണ്, ഇവർ 1789 ജൂൺ മാസം 20-ാം തീയതിയാണ് സമ്മേളിക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ ദിവസം എന്ത് ചെയ്തു, രാജാവ് ഈ പറയുന്ന ആ റൂം പൂട്ടിയിട്ടു. സ്വാഭാവികമായിട്ടും ഈ രാജകൊട്ടാരത്തിനകത്തായിട്ട് ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ട് ഉണ്ടായിരുന്നു. ഈ ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന ഹൗസ് ഓഫ് കോമണിലെ അംഗങ്ങളും ഇവരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ കുറച്ചു പേരുടെ പിന്തുണ ഒന്നാമത്തെ സ്റ്റേറ്റിൽ നിന്നും രണ്ടാമത്തെ സ്റ്റേറ്റിൽ നിന്നും ഇവർക്കുണ്ടായിരുന്നു. ആ ആളുകളും കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു, ഈ ടെന്നീസ് കോർട്ടിൽ വെച്ച് എന്ത് ചെയ്തു, ഒരു പ്രതിജ്ഞ എടുത്തു. അതായത് ഒരു ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ഞങ്ങള് പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ദ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചരിത്രത്തിൽ പഠിക്കുന്നത്. അത് നടന്ന വർഷമാണ് 1789 ജൂൺ 20-ാം തീയതി എന്നുള്ളത്. നിങ്ങളത് വായിച്ചു നോക്കുക. 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ എന്താണ്, സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്നവർ എന്ത് ചെയ്തു, വാദിച്ചു. ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു ആരുടെ ആവശ്യം, മൂന്നാമത്തെ അല്ലെങ്കിൽ ഹൗസ് ഓഫ് കോമൺസിന്റെ ആവശ്യം. വോട്ട് ചെയ്യുന്നതിലെ തർക്കം എന്താണ്, തുടരവേ മൂന്നാമത്തെ സ്റ്റേറ്റ് പറഞ്ഞു എന്താണ്, ഞങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ എന്താണ്, അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായിട്ട് എന്താണ് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് ചെയ്തു, അവർ പ്രതിജ്ഞ ചെയ്തു. ഇതെന്താണ്, ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ദ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് എന്താണ്, ആ 3 എസ്റ്റേറ്റുകൾക്കും എന്താണ് സ്റ്റേറ്റ് ജനറൽ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ സ്റ്റേറ്റിൽ 285 അംഗങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റിൽ എന്താണ് 308 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു, 621 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഇവരിങ്ങനെ കൂടിച്ചേർന്നു. മധ്യവർഗമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരിൽ എന്താണ്, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവരുടെ രീതികൾ എന്ന് പറയുന്നത് ആക്രമണോത്സുക എന്ന് പറയുന്ന ആക്രമണം ഒരു മാർഗമല്ലായിരുന്നു. അവരുടെ ഒരു മാർഗമല്ലായിരുന്നു ആക്രമണം എന്ന് പറയുന്നത്. അവരുടെ ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്, ഞങ്ങൾക്കൊരു ഭരണഘടന വേണം. അത് മൊണാർക്കിയിൽ അധിഷ്ഠിതമായ ഭരണഘടനയായാലും എന്തില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ കൂടി എന്ത് ചെയ്യണം, പരിഗണിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. സ്വാഭാവികമായിട്ടും ചെറിയ ഒരു വിട്ടുവീഴ്ചക്കൊക്കെ ഈ ലൂയി 16 എന്തായിരുന്നു, തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹം തനിക്കാണ് അധികാരം എന്നുള്ളത് ഊട്ടിയുറപ്പിക്കാനായിട്ട് ഇവരുടെ ഈ പരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇവരുടെ അസംബ്ലികൾ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു, വലിയ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. എന്താണ്, വലിയ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് തേർഡ് സ്റ്റേറ്റിലുള്ള ജനങ്ങൾക്ക് എന്താണ് ഒരു അതൃപ്തി ഉണ്ടായി. രാജാവ് ശക്തി കാണിക്കുമ്പോൾ എന്താണ്, ഞങ്ങളുടെ ശക്തി കാണിക്കും എന്ന് അവരെന്ത് ചെയ്തു, തീരുമാനിച്ചു. അങ്ങനെ 1789 എന്ത് ചെയ്തു, ജൂലൈ 14-ാം തീയതി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു, അവര് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന എന്താണ് ബാസ്റ്റിൻ ജയിൽ എന്ന് പറയുന്നത് ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന
അധികം തടവുകാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, 7-8 പേരോ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കോട്ടയാണത്. ഈ രാജവംശം അതൊരു ജയിലായിട്ട് കൂടിയാണ് എന്ത് ചെയ്തത്, ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കോട്ട ആക്രമിക്കുകയും എന്ത് ചെയ്തു, ബാസ്റ്റിൽ ജയില് തകർക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കമൻസ്മെന്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഈ സംഭവത്തോടു കൂടിയാണ്. ഏത് സംഭവത്തോടു കൂടിയാണ്? 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിലിന്റെ എന്താണ്, തകർച്ചയോടുകൂടിയാണ് എന്താരംഭിക്കുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. 1789 ജൂലൈ 14. അതുകൊണ്ട് തന്നെ ഇന്നും ഫ്രാൻസ് അവരുടെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അത് ജൂലൈ 14 അത് കഴിഞ്ഞ് 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി അല്ലെങ്കിൽ ഈ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത് എന്തുണ്ടാക്കി? അവരൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അതായത് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള രീതിയിലാണ് ആ പ്രഖ്യാപനം. അതിൽ ആശയം അതാണ്. പക്ഷെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് കാണുന്ന പോലെയുള്ള മനുഷ്യാവകാശങ്ങളല്ല. അത് ശരിക്കും റൈറ്റ്സ് ഓഫ് മെൻ ആയിരുന്നു. അതായത് പുരുഷന്മാർക്കുള്ള അവകാശങ്ങളെ കുറിച്ചായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അവിടെ സ്ത്രീകളെ എന്ത് ചെയ്തിരുന്നില്ല, പരിഗണിച്ചിരുന്നില്ല, കുട്ടികളെ പരിഗണിച്ചിരുന്നില്ല. പിന്നെ എന്താണ്, സമ്പത്തില്ലാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എന്ത് ചെയ്തിരുന്നില്ല, പരിഗണിച്ചിരുന്നില്ല. അപ്പൊ എന്താണ്, പക്ഷേ ആ ആശയം എന്ന് പറയുന്നത് എന്തായിരുന്നു? പിന്നീട് ലോകത്തിന് വലിയ വെളിച്ചം നൽകിയ ആശയമായിരുന്നു. പക്ഷെ അവര് അത് നടപ്പിലാക്കിയത് എന്താണ്, വളരെ കുറഞ്ഞ ഒരു ഇതിലാണ്. ഇന്ന് കാണുന്ന പോലത്തെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിലല്ല ഈ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും ഒക്കെ എന്ത് ചെയ്തത്, ഈ ഫ്രഞ്ച് വിപ്ലവകാരികൾ കൺസിഡർ ചെയ്തത്. പക്ഷെ ആശയം എന്ത് ചെയ്തു, പിന്നീട് ലോകത്തിന് ഒരു പുതിയ വെളിച്ചം നൽകി അന്ന്. പക്ഷെ അതൊരു വലിയ കാര്യമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. നോക്കുക, ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ചില വാക്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത്, സ്വതന്ത്രനായിട്ട് ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം എന്താണ്? മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ എന്താണ്? സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് എന്താണ്? ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് എന്തിലുള്ളത്? സ്വാതന്ത്ര്യത്തിലുള്ളത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ? നിയമത്തിന് ഉള്ളൂ. ഇതൊക്കെയാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത്. ഈ അവകാശ പ്രഖ്യാപനത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയം ഫ്രഞ്ച് റവല്യൂഷന്റെ എന്തായിട്ട് മാറുന്നത്? മോട്ടോയായിട്ട് മാറുന്നത്. അപ്പൊ എന്താണ്? 1789 ഓഗസ്റ്റ് 12 എന്ത് ചെയ്തു? ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1789 എന്താണ്? ഒക്ടോബറിൽ എന്ത് ചെയ്തു? പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു? ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായ് കൊട്ടാരത്തിലോട്ടൊക്കെ പ്രകടനങ്ങൾ നടത്തി. അപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മൊണാർക്കി അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർ ഉണ്ടാക്കിയിരുന്നു. ഈ സമയത്ത് ഞാൻ പറഞ്ഞു, ഈ വിപ്ലവങ്ങളുടെ തുടക്കം നയിക്കുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. ഡോക്ടർമാരും മറ്റുള്ള ആളുകളും കച്ചവടക്കാര്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരും അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇതിലൂടെ എന്ത് ചെയ്യപ്പെട്ടില്ല? പരിഹരിക്കപ്പെട്ടില്ല. എന്താണ്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യപ്പെട്ടില്ല? പരിഹരിക്കപ്പെട്ടില്ല. അപ്പോ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? പരിഹരിക്കണം എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? വളരെ തീവ്രമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന ജാക്കോബിൻ ക്ലബ്ബ് പോലെയുള്ള ചില സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതേ കാലഘട്ടത്ത് ഇതിന്റെ അകത്ത് തന്നെ എന്ത് ചെയ്യുന്നു? ഉയർന്ന് വരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും 1792 എന്ത് ചെയ്തു? ഇവര് ഈ പറയുന്ന ഏറ്റവും കീഴിലുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള കർഷകരും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും എന്ത് ചെയ്തു? അവര് അധികാരം പിടിച്ചെടുക്കുകയും ഫ്രാൻസിനെ എന്താണ്? ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല മേരി ആന്റോനേറ്റിനെയും ഈ പറയുന്ന ലൂയി
16-നെയും എന്ത് ചെയ്തു? ഇവര് തടങ്കലിലൊക്കെ ആക്കി. അപ്പോ ഞാൻ പറഞ്ഞു ജാക്കോബിൻ ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾ ഉയർന്നു വന്നു. ഈ ക്ലബിന്റെ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത് മാക്സ് മില്ലർ റോബസ്പിയർ എന്ന് പറയുന്ന വ്യക്തി. മാക്സ് മില്ലർ റോബസ്പിയർ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ 1792 കാലഘട്ടത്തിൽ എന്താണ് ഇത്? ഈ 1792 ഇവർ അധികാരം പിടിച്ചെടുക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന രാജപക്ഷക്കാരായിട്ടുള്ള ഒരുപാട് പേരെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? വധിക്കുന്നു. അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെപ്റ്റംബർ കൂട്ടക്കൊല എന്നൊക്കെ പറയുന്നത്. സെപ്റ്റംബർ കൂട്ടക്കൊല എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ട് 1793 എന്താണ് റോബർട്ട് സ്പിയർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ പറയുന്ന ജാക്കോബിൻ ക്ലബിന്റെ ഒക്കെ ഹെഡായിരുന്ന, അതിന്റെ നേതൃത്വം വഹിച്ചിരുന്ന റോബർട്ട് സ്പിയർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? അദ്ദേഹം അധികാരത്തിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നു. ഈ റോബസ്പിയർ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നിഷ്ഠൂരമായിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? പ്രവർത്തികൾ നടത്തുന്നത്. ഈ കാലഘട്ടത്തിൽ 1793 മുതൽ 94 കാലഘട്ടത്തിനിടക്ക് ഈ പറയുന്ന ലൂയി 16 മേരി ആന്റോയിനറ്റ്, അവരുടെ മക്കള്, ഇവരെല്ലാവരെയും എന്ത് ചെയ്യുന്നു? ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വധിക്കുന്നു. നിങ്ങൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഗില്ലറ്റിൻ. മുകളിൽ എന്താണ്? ഒരു വാളുണ്ടാകും, അടിയിലേക്ക് ഒരു മനുഷ്യന്റെ തല ഇങ്ങനെ വെക്കും, മുകളിൽ നിന്ന് ആ വാളിടും. അപ്പൊ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് തല ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റിലോട്ട് പോയി വീഴും. അങ്ങനെ ഉടലും തലയും എന്താണ് വേർപ്പെടുത്തി നടത്തിയിരുന്ന വധശിക്ഷ, അതിനുപയോഗിച്ചിരുന്ന യന്ത്രമാണ്, അല്ലെങ്കിൽ അതിനുപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് എന്തെന്ന് പറയുന്നത്? ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. എന്താണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്? അപ്പോ സ്വാഭാവികമായിട്ടും റോബർട്ട് സ്പിയർ ആ കാലഘട്ടത്തിൽ 93 മുതൽ 94 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? റെയിൻ ഓഫ് ടെറർ എന്നാണ്. റെയിൻ ഓഫ് ടെറർ എന്നാണ്. ഈ കാലഘട്ടത്തെ ഏകദേശം 20,000-ഓളം വരുന്ന ആളുകളെ എന്ത് ചെയ്തു? ഈ പറയുന്ന റോബർട്ട് സ്പിയർ എന്ത് ചെയ്തു? റോബർട്ട് സ്പിയർ അല്ല, റോബി സ്പിയർ എന്ത് ചെയ്തു? അദ്ദേഹം വധശിക്ഷക്ക്, ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷക്ക് വിധേയരാക്കി. അപ്പോ ഇതിൽ ഒരു രാജവംശത്തിന് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, പല ആളുകളും അദ്ദേഹത്തിന് ശത്രുക്കളാണെന്ന് തോന്നുന്ന എല്ലാവരെയും എന്ത് ചെയ്തു? അദ്ദേഹം ഇത്തരത്തിൽ വധശിക്ഷക്ക് വിധേയമാക്കി. സ്വാഭാവികമായിട്ടും എന്താണ്? ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിനെതിരെ എന്താണ്? ഒരു മുറുമുറുപ്പുണ്ടാകുന്നു. ഇവരെന്ത് ചെയ്യുന്നു? വീണ്ടും റോബർട്ട് സ്പിയറിനെ എന്ത് ചെയ്യുന്നു? ഈ ജനങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ടുപോയി ഗില്ലറ്റിൻ ഉപയോഗിച്ച് അദ്ദേഹത്തെയും എന്ത് ചെയ്യുന്നു? ഇവര് വധിക്കുന്നു. അതാണ് ആ ഭീകരവാഴ്ച, ദ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. നോക്കുക, 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് റോബി സ്പിയറുടെ നേതൃത്വത്തിൽ എന്താണ്? ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഇതിൽ അംഗമായിരുന്നു ആരെന്ന് പറയുന്നത്? നെപ്പോളിയൻ എന്ന് പറയുന്നത്, മിറാബോ, ടാൻഡർ തുടങ്ങിയവർ എന്താണ്? ഇതിൽ അംഗങ്ങളായിരുന്നു. ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും അവരെന്ത് ചെയ്തു? ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. ലൂയി 16 ഭാര്യ മേരി ആന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നു. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭീകര ഭരണം എന്ന് പറയുന്നത് എന്ത് രീതിയിലാണ് അറിയപ്പെടുന്നത്? അത് ഫ്രാൻസിലെ ഭീകരവാഴ്ച എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഒരാളിലേക്ക് അത് എങ്ങനെയായാലും ഒരാളിലേക്ക് അധികാരം എത്തുക എന്നുള്ളത് എന്താവും? വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു ഡയറക്ടറേറ്റ് സിസ്റ്റം, അതായത് ഒരു അധികാരിക്ക് പകരം എന്താണ്? ഒരു ഡയറക്ടറേറ്റ് സിസ്റ്റം അവരെന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. 4-5 പേരടങ്ങുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു? അവര് രൂപീകരിക്കുന്നു. പിന്നീട് ഈ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? കുറെ കാലം ഈ പറയുന്ന ഫ്രാൻസ് ഭരിക്കുന്നു. ഇതിൽ തന്നെ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റുകളായിരുന്നു. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, അതായത് സോഷ്യലിസ്റ്റുകൾ എന്ന് പറയാൻ കഴിയില്ല, ലെഫ്റ്റും റൈറ്റും, അതായത് ഇടതുപക്ഷവും നമ്മൾ വലതുപക്ഷവും എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്? 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പയ്യെ എന്താണ്? ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഡയറക്ടറേറ്റ് സിസ്റ്റത്തിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റുകളുടെ പ്രാധാന്യം കുറയുകയും റൈറ്റിസ്റ്റുകൾ എന്താണ്? കൂടുതൽ അധികാരങ്ങളിലേക്ക് എത്തുകയുമാണ് പിന്നീട് ഉണ്ടായത്. നോക്കുക, ഈ ഫ്രാൻസിന്റെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്?
ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അത് പിൽക്കാലത്ത് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും അത് എന്ത് ചെയ്തു? അത് ഒരു ആവേശം പകർന്നു. അപ്പോ നമുക്ക് അത് നോക്കുന്നതിന് മുമ്പായിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞ കഥ നമുക്ക് അത് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് അത് നോക്കാം. അതായത് ഈ പറഞ്ഞ ഈ ഡയറക്ടറേറ്റ് സിസ്റ്റം ഭരിക്കുന്നു. അതിൽ ലെഫ്റ്റിസ്റ്റ് റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അധികാരം പയ്യെ പയ്യെ കൈയടക്കുന്നു. അവർ ഈ ലെഫ്റ്റിസ്റ്റുകളെയൊക്കെ പയ്യെ പയ്യെ ആളൊഴിയുന്ന മുറയ്ക്ക് പകരമായിട്ട് റൈറ്റിസ്റ്റ് പിന്താങ്ങുന്ന ആളുകളെയൊക്കെ എന്താണ് ഈ ഡയറക്ടറേറ്റിൽ കൊണ്ടുവരുന്നു. ഇവര് ഈ വലതുപക്ഷ ചിന്താഗതിക്കാരായത് കൊണ്ട് തന്നെ എന്താണ് ആ കാലഘട്ടത്തിൽ ഫ്രാൻസ് എന്താണ് പല സ്ഥലങ്ങളിലും കോളനി സ്ഥാപിക്കുന്നുണ്ട്. പല സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയത്താണ് ഈ യുദ്ധമുന്നണിയിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ യുദ്ധ പാഠവും കൊണ്ട് എന്ത് ചെയ്യുന്നത്? ആ ഫ്രാൻസിലെ എല്ലാ ജനങ്ങൾക്കും പ്രിയങ്കരനായി മാറുന്നത്. വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ള ആ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് നെപ്പോളിയൻ ബോണോപാർട്ട് എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഭരണം നടത്തുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് എന്തില്ല, ഇവരുടെ ഭരണത്തിൽ അത്ര തൃപ്തി പോരാ. ഇതേ സമയം ഫ്രാൻസിന്റെ യശസ് രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങൾക്കിടയിലും എന്താണ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഒരു മിലിറ്ററിയുടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള നെപ്പോളിയൻ ബോണോപാർട്ട് കാരണമാവുകയും അദ്ദേഹം എന്താണ് ജനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവനായി മാറുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആളുകൾക്ക് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. നെപ്പോളിയൻ ബോണോപാർട്ട് തങ്ങൾക്കൊരു ഭീഷണിയായിട്ട് മാറുമെന്ന് എന്ത് ചെയ്തു? അവര് കൺസിഡർ ചെയ്തു. ഈ നെപ്പോളിയൻ ബോണോപാർട്ട് എന്താണ് തങ്ങൾക്കൊരു ഭീഷണിയായിട്ട് മാറുമെന്ന് അവരെന്ത് ചെയ്തു? വിചാരിക്കുകയും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധരംഗത്ത് മാത്രമല്ല രാഷ്ട്രതന്ത്രത്തിലും എന്താണ് അതീവ മിടുക്കനായിരുന്നു ആരെന്ന് പറയുന്നത് നെപ്പോളിയൻ ബോണോപാർട്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അയാൾ എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ സൈന്യത്തിലുള്ള ശേഷി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയും ഉപയോഗിച്ചുകൊണ്ട് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്തു? സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഒരു മിലിറ്ററി coup അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ നടത്തി. അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ അധികാരിയായിട്ട് മാറി. ഇതോടുകൂടി ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന സംവിധാനം അവസാനിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു ഏകാധിപത്യ പ്രവണതയ്ക്ക് എതിരായിട്ട് തുടങ്ങിയ ഒരു സംവിധാനം, എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു സംവിധാനം പിൽക്കാലത്ത് മറ്റൊരു ഏകാധിപതിയുടെ എന്താണ് കീഴിലേക്ക് മാറുന്ന ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അന്തകൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ നെപ്പോളിയൻ ബോണോപാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഒരു പരാജയമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. നോക്കുക, മഹത്തായ ലക്ഷ്യങ്ങൾക്കായിട്ട് വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ ഏകാധിപത്യം ഭരണത്തിന് കീഴിലും എന്ത് കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ ആരാണ് സുപ്രധാന പങ്ക് വഹിച്ചത്? നെപ്പോളിയൻ ആയിരുന്നു. 1799 എന്ത് ചെയ്തു? അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. 1804 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്വയം എംപറർ അഥവാ ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്യുന്നത്? അവരോധിക്കുന്നത്. അപ്പൊ എന്താണ് 1799 അദ്ദേഹം അധികാരം പിടിച്ചെടുത്തു. പക്ഷേ ഇദ്ദേഹം മറ്റുള്ള ചക്രവർത്തിമാരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പല പരിഷ്കരണ നടപടികളിലും ഫ്രഞ്ച് വിപ്ലവം എന്നുള്ളത് എന്താണ് വളരെയേറെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കുക, അദ്ദേഹത്തിന്റെ ചില പരിഷ്കാരങ്ങളാണ്. കർഷകരെ എന്താണ് കൃഷിഭൂമികൾക്ക് അദ്ദേഹം ഉടമസ്ഥരാക്കി മാറ്റി. പൊതുകടം ഇല്ലാതാക്കാൻ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായിട്ട് എന്താണ് നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതരുടെ മേലെന്ത് ചെയ്തു? രാജ്യത്തിന്റെ നിയന്ത്രണം അദ്ദേഹം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ എന്താണ് ഈ പറയുന്ന രാജഭരണത്തിന് കീഴിലായിരുന്നു. ഈ നെപ്പോളിയന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്താണ് ഈ പറയുന്ന യൂറോപ്പിലുള്ള മറ്റു രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്?
ജനങ്ങൾക്ക് ഇദ്ദേഹം കീഴ്പ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം നടപ്പിലാക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങളാണ്. പക്ഷെ അതെന്താണ്? അത് രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ രാജഭരണത്തിന് അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ബ്രിട്ടന്റെ നേതൃത്വത്തിൽ യൂറോപ്പിലുള്ള കുറെ രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഈ നെപ്പോളിയൻ ബോണോപാർട്ടിനെ അവരെന്ത് ചെയ്തു? യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. 1815 നെപ്പോളിയൻ ബോണോപാർട്ട് പരാജയപ്പെടുന്ന യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് വാട്ടർലൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ യുദ്ധം നടന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് വാട്ടർലൂ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ തോൽപ്പിച്ച യുദ്ധത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു എന്ന് പറയുന്നത് ആർതർ വെല്ലസ്ലി എന്ന് പറയുന്നത്. അദ്ദേഹം ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നൊക്കെയാണ് ഈ ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഈ പറയുന്ന 1815 നെപ്പോളിയനെ തോൽപ്പിച്ചതിന് ശേഷം നെപ്പോളിയൻ അവര് സെന്റ് ഹെലേന എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയും അവിടെ വെച്ച് അദ്ദേഹം വിഷം എന്തോ ഉള്ളിൽ ചെന്ന് മരിക്കുകയുമാണ് ഉണ്ടായത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ നോക്കാം, നെപ്പോളിയന്റെ ഭരണകാലഘട്ടത്തിൽ എന്താണ്? ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ എന്ത് ചെയ്തു? യൂറോപ്പിൽ ആഗമനം വ്യാപിക്കുകയോ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? അവർ സംഘടിച്ചു. നെപ്പോളിയനെ അല്ല, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് എന്ത് ചെയ്തത്? അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ എന്താണ്? യൂറോപ്യൻ സൈന്യത്തോട് എന്ത് ചെയ്തു? അദ്ദേഹം പരാജയപ്പെട്ട് നെപ്പോളിയൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെ എന്താണ്? 1815 നെപ്പോളിയൻ എന്താണ്? പരാജയപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? സെന്റ് ഹെലേന എന്ന് പറയുന്ന ദ്വീപിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? മരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? അതിന്റെ അവസാനമായപ്പോൾ എന്ത് ചെയ്തു? അതൊന്നും നടപ്പിലാക്കുവാനായിട്ട് അതിന് കഴിഞ്ഞില്ല. അത് വീണ്ടും ഒരു ഏകാധിപത്യത്തിനെതിരായി തുടങ്ങിയ സമരം മറ്റൊരു ഏകാധിപത്യത്തിന് കീഴിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത് ചുറ്റുമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പിന്നീടുണ്ടായിട്ടുള്ള പല വിപ്ലവങ്ങൾക്കും എന്ത് ചെയ്തു? ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ഒരു കാരണമായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു സ്വാധീനം ഉണ്ടാക്കി. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനെ മദർ ഓഫ് ഓൾ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ലോകത്ത് പിൽക്കാലത്തുണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവങ്ങളുടെയും മാതാവാണ് എന്തെന്ന് പറയുന്നത്? ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. നോക്കുക, പോയിന്റുകൾ നോക്കുക. ഇതുണ്ടാക്കിയ സ്വാധീനമാണ് പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥക്ക് അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. രാജ്യം എന്നാൽ ഒരു പ്രദേശമല്ല, രാജ്യം എന്നാൽ എന്താണ്? രാജ്യം എന്നാൽ ആ രാജ്യത്തെ ജനങ്ങളാണ് എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. അത് രാജ്യം എന്നാൽ എന്തല്ല, നിങ്ങൾ കാണുന്ന ഒരു ഭൂപ്രദേശമല്ല രാജ്യം എന്ന് പറഞ്ഞാൽ. രാജ്യം എന്നാൽ ആ രാജ്യത്തെ ജനങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ നല്ല ഭരണം കാഴ്ചവെക്കുവാനായിട്ട് കഴിയൂ. ഇല്ലാത്തവർ എന്ത് ചെയ്യും? ഹിറ്റ്ലറിനെ പോലെ എന്റെ രാജ്യം, എന്റെ അമ്മ, എന്റെ അമ്മ, എന്റെ അമ്മയെ തൊട്ടാൽ ഞാൻ നിങ്ങളെ തട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരു തീവ്ര ദേശീയത നിങ്ങളിൽ ഉണ്ടാക്കി നിങ്ങളെ പരസ്പരം വിഭജിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവർ ഭരിക്കും. അത്രയേ ഉള്ളൂ. പക്ഷെ രാജ്യം എന്ന് പറയുന്നത് വെറും സ്ഥലമല്ല. ആ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ജനങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന ഭരണാധികാരികൾ എന്ത് ചെയ്യും? അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നല്ല ഭരണം കാഴ്ചവെക്കുകയും അവരുടെ രാജ്യത്തിന്റെ യശസ് അവരെന്ത് ചെയ്യും? വാനോളം ഉയർത്തുകയും ചെയ്യും. മാത്രമല്ല, ജനകീയ പരമാധികാരം എന്ന ആശയം എന്ത് ചെയ്തു? മനുഷ്യർക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമായി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയങ്ങൾ എന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. ഇതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയ അനന്തര ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് അവിടെയൊക്കെ എന്താണ് സാധ്യതയുണ്ട്. നമുക്ക് 2-3 പോയിന്റുകൾ കൂടി നോക്കിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റർനിക് പറഞ്ഞ അഭിപ്രായം: ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നാണ്. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രാൻസിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ അലയൊലികൾ എവിടെ വരും? മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കും. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ബോക്സിലുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന
ടിപ്പു സുൽത്താനെയും എന്ത് ചെയ്തു? സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായിട്ട് ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായിട്ടുള്ള ടിപ്പു, സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് സ്വതന്ത്രത്തിന്റെ മരം അഥവാ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിനിൽ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. നമ്മൾ ജാക്കോബിൻ ക്ലബിനെ കുറിച്ച് പറഞ്ഞു. എവിടെയാണ് പറഞ്ഞതാ? നമ്മള് ഈ പറഞ്ഞ റോബിൻസ്പിയറുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ ജാക്കോബിൻ ക്ലബിനെ കുറിച്ച് പറഞ്ഞു. അതിൽ അംഗമായിരുന്നു ആര്? ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ബോക്സ് കൂടിയുണ്ട്. നമ്മൾ നേരത്തെ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞു. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ ഏറ്റവും സ്വാധീനിച്ച ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു ആരെന്ന് പറയുന്നത്? റൂസോ എന്ന് പറയുന്നത്. ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് ആരാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? വളരെ പ്രധാനമായിട്ട് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക. ഇതോടുകൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.